വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നാട്ടിൽ പോകുന്നൊരു വീഡിയോ കേട്ടോ. നമ്മൾ നാട്ടിൽ പോകുന്ന അന്നും അതിൻ്റെ തലേന്നും എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. നാട്ടിൽ പോകുന്നതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇത് പോകുന്നതിൻ്റെ തലേന്ന് ഒരു ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഡ്രസ്സെല്ലാം ഒന്ന് പാക്ക് ചെയ്തിട്ട് വെക്കുകയാണ്. കാരണം നമ്മൾ പോകുന്നതിൻ്റെ തലേന്ന് തന്നെ നമ്മൾ ലഗേജ് കൊണ്ടുപോയിട്ട് സിറ്റി ചെക്കിൽ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രാത്രി ആകുമ്പോഴേക്കും തന്നെ ലഗേജ് എല്ലാം ഫുള്ള് സെറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കണം. എന്നാലേ നമുക്കത് കൊണ്ടുപോയിട്ട് ഇടാൻ പറ്റുമോ, അല്ലെങ്കിൽ പിന്നെ പിറ്റേന്ന് രാവിലെയൊക്കെ കൊണ്ടുപോയിടണം. അപ്പോൾ എന്തായാലും തലേന്ന് രാത്രി തന്നെ കൊണ്ടുപോയിടാന്ന് വിചാരിച്ചത്. പിന്നെ നമുക്ക് രാവിലെ ആ ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെയും മോളുടെയും കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ആദ്യം ഏതൊക്കെയാണോ കൊണ്ടുപോകുന്നത് ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ബെഡിലേക്ക് അങ്ങനെ ഓരോന്ന് സെറ്റാക്കിയിട്ട് വെക്കും. എന്നിട്ട് പിന്നെ ഓരോന്നായിട്ട് അങ്ങനെ പെട്ടിയിലേക്ക് എടുത്ത് വെക്കാറാട്ടോ. അപ്പോൾ ഞാൻ മോളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ അവളുടെ കാര്യങ്ങൾ സ്കിൻ കെയർ, ബോഡി കെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി. പിന്നെ ഷൂസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച്. അപ്പോൾ ഷൂസെല്ലാം ഞാനിങ്ങനെ ഓരോ സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതാകുമ്പം ആ ഒരു ഡ്രസ്സിലേക്കൊന്നും ചളി പിടിക്കില്ല. നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് പാക്ക് ചെയ്യാനും പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിറ്റി ചെക്കിനുള്ളത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആട്ടോ. കാരണം തലേന്നേ നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങ് ഫ്രീ ആവും. പിന്നെ പിറ്റേന്ന് പോകുന്ന അന്ന് നമുക്ക് അങ്ങനെ വലിയ പണികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ മോളുടെ ഒരുവിധം കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇനിയിപ്പം എൻ്റെ ഒന്ന് പാക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാൻ എൻ്റെ എല്ലാ പാക്കിങ് വീഡിയോസിലും പറയാറുണ്ട് എനിക്ക് ഡ്രസ്സെല്ലാം നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്തിട്ട് തന്നെ കൊണ്ടുപോകണം. എന്നാൽ പിന്നെ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്ന് എടുക്കാനും അല്ലെങ്കിൽ നമുക്ക് കവേർഡിലേക്ക് വെക്കാനായാലൊക്കെ നല്ല സുഖമാണ്. പെട്ടികളും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി കാർട്ടൺ ബോക്സും കൂടെ ഒന്ന് പാക്ക് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ അതിൽ അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. നമ്മൾ വാങ്ങിച്ച കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ മോളുടെ കുറച്ച് സാധനങ്ങളും അങ്ങനെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നായിട്ട് ഞാൻ ആ ബലൂണുകളൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഇത് മോളുടെ ബർത്ത്ഡേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ബലൂൺസ് ആട്ടോ. അപ്പോൾ അത് പോകുന്നതിൻ്റെ മുന്നേ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ആ മോളുടെ ആ ഒരു ബർത്ത്ഡേ വ്ളോഗ് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ മോൾക്കൊരു രസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ കുത്തി പൊട്ടിച്ചത്. ശരിക്കും കുത്തി പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കാൻ കുറച്ചും കൂടി പാടാണ്. ശരിക്കും അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഈസി. പിന്നെ ഞാൻ മോൾക്ക് ഇങ്ങനെ ഒരു രസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്തത്. അങ്ങനെ എൻ്റെ പാക്കിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി ബാക്കി ഇക്കാൻ്റെ ഡ്യൂട്ടി കേട്ടോ. അപ്പോൾ എൻ്റെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്ന് രാത്രിക്കത്തെ ഫുഡ് ഉണ്ടാക്കാനും പിന്നെ അതേപോലെ തന്നെ ഇക്കാക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനെല്ലാം വേണ്ടിയിട്ട് ഞാൻ വന്ന് ഞാൻ രാത്രിക്കേക്ക് കുറച്ച് പിടി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ചിക്കൻ വറുത്തരച്ച കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്.
അപ്പോൾ ഇത് രണ്ടും ഉണ്ടാക്കാനുള്ള കാരണം രണ്ടിനും ഓൾമോസ്റ്റ് സെയിം പ്രോസസ്സാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ എനിക്ക് പണി പകുതി കുറഞ്ഞിട്ടില്ല. കാരണം തേങ്ങ വറുക്കലായാലും അങ്ങനത്തെ കാര്യങ്ങളായാലൊക്കെ രണ്ടിനും ഒരേപോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതേപോലെ തന്നെ ഇക്കാക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കനെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അതും ഇങ്ങനെ ഒരു സിംഗിൾ പാക്കറ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കണം. ഒരു നേരം കഴിക്കാനുള്ളത് ഒരു പാക്കറ്റ് ആക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അന്ന് രാത്രി പിടി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് ഇക്കാക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം രാവിലെ രാത്രി അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് ദിവസത്തേക്കുള്ളൊരു ഫുഡ് ആക്കി കൊടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് സ്റ്റൂ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് അതും അങ്ങനെ ആക്കിയിട്ട് ഫ്രീസറിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ചൂടാക്കി കഴിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ പിന്നെ സുഖമാണല്ലോ, നമുക്ക് ഇടിയപ്പവും പത്തിരിയും ഒക്കെ അങ്ങനെ നമുക്ക് റെഡിമെയ്ഡായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് കറി ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ നല്ല സുഖമായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. പിന്നെ ഞാൻ കറിക്കും പിടിക്കും എല്ലാം കൂടിയുള്ള തേങ്ങ ഒരുമിച്ച് അങ്ങനെ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെയിൻലി ഇത് ഉണ്ടാക്കാൻ തന്നെ കാരണം കുറച്ച് തേങ്ങ അധികം തന്നെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു തേങ്ങ അങ്ങനെ ഫിനിഷായിട്ട് കിട്ടുമല്ലോ. ഇങ്ങനെ നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനമായിട്ട് എല്ലാ പെട്ടിയും വെയിറ്റൊക്കെ നോക്കി എല്ലാം സെറ്റാക്കി. ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വേണം നമുക്ക് കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ഭാരം ചുമക്കുവാൻ നമ്മൾ തന്നെ വേണം. ഞങ്ങളുടെ ചിക്കൻ കറിയും എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ തേങ്ങ വറുത്തരച്ചൊന്ന് ഒഴിക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ പീടികയിൽ ഉണ്ടാക്കിയിട്ട് അതൊന്ന് അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൻ്റെ റെസിപ്പിയൊന്നും അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന സ്ഥിരം റെസിപ്പി തന്നെ, അപ്പോൾ അങ്ങനെ കാണിക്കുന്നില്ല. അപ്പം അങ്ങനെ കറിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയിട്ട് വേണം ഓരോ ബാച്ച് ആക്കിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഇക്കാക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇക്കയും മോളും കൂടിയും പെട്ടിയെല്ലാം കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഞാൻ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കുള്ള ഡിന്നറും ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. പിടി ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം തന്നെ സാധാരണ നമ്മൾ പെരുന്നാൾ ഒരുമിച്ചാണല്ലോ. അപ്പോൾ പെരുന്നാൾക്ക് നമുക്ക് നിർബന്ധമാണ് പിടി കഴിക്കൽ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പെരുന്നാൾക്ക് നമ്മൾ ഒരുമിച്ചാവില്ല, ഇക്ക മാത്രമായിരിക്കും. അപ്പോൾ പിന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു വിഷമമുണ്ടല്ലോ. അപ്പോൾ അതും മനസ്സിലങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് പിടിയാക്കി കൊടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാനമാണ്. ഓക്കെ, പിടി ഉണ്ടാക്കി കൊടുത്തല്ലോ എന്നുള്ളൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് പിടിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത്. പോകുന്നതിൻ്റെ തലേന്ന് അങ്ങനെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റായി. പിന്നെ ഞാൻ കറിയും ഒന്ന് ഓരോ പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് ഫ്രീസറിലേക്ക്. അപ്പോൾ കറി എടുത്ത് വെക്കുമ്പോൾ ഞാൻ ഒരു നേരം കഴിക്കാനുള്ളത് മാത്രം ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കട്ടെ ചെയ്യുന്നത്. എന്നാൽ പിന്നെ അതൊരു ഒറ്റയടിക്ക് ചൂടാക്കിയിട്ട് അതങ്ങനെ അങ്ങ് ഫിനിഷ് ആക്കാമല്ലോ.
പിന്നെ ഇപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആട്ടോ, അതായത് നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ അന്ന് രാവിലെയാണ്. അപ്പോൾ ഞാൻ മോളെല്ലാം എണീക്കുന്നതിൻ്റെ മുന്നേ തന്നെ എണീറ്റിട്ട് എനിക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. എൻ്റെ ചെടികളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചെടികൾ ഞാനിങ്ങനെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തിട്ട് ഞാൻ ലിവിങ് റൂമിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം ലിവിങ് റൂമിൽ നല്ല ലൈറ്റ് കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ അത് മാത്രമല്ല ഇനിയിപ്പം ഇക്കായിരിക്കും ചെടിയൊക്കെ നനക്കലും ഇതാക്കലൊക്കെ. അപ്പോൾ പിന്നെ ഇക്കാക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും എല്ലാം ഒരുമിച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ബെഡ്റൂംസിലുള്ളതും പിന്നെ കയറി വരുന്ന എൻട്രി വേയിലുള്ള കുറച്ച് ചെടികളും അങ്ങനെ അതെല്ലാം എടുത്തിട്ട് ഞാൻ ലിവിങ് റൂമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിഞ്ഞലയും അങ്ങനെയൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് കൊടുക്കണം. ഇനിയിപ്പം തിരിച്ചു വരുമ്പോഴേക്കും ചെടികളുടെ അവസ്ഥ എന്താകുമെന്നൊന്നും അറിയില്ല. ഇൻഷാ അള്ളാ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു ഓർക്കിഡ് ഉണ്ടോ, ഇതിങ്ങനെ പൂവിടാൻ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ പൂവിടുമോ എന്നിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് മൊട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനിയിപ്പം ചെടിയെല്ലാം ഒന്ന് നനച്ചും കൂടി കൊടുക്കുകയാണ്. നമ്മൾ ഉച്ചക്കാട്ടോ നമ്മൾ പോകുന്നത്. അപ്പം ലഗേജ് എല്ലാം ഓൾറെഡി കൊണ്ടുപോയിട്ടല്ലോ, അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പം കുറച്ച് നമ്മുടെ ഹാൻഡ് ലഗേജിൽ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ചും കൂടി നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഫുഡൊന്നും രാവിലെ ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ പിന്നെ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിച്ചിട്ട് കഴിക്കുകയാണ് ചെയ്തത്. കാരണം പോകുന്ന അന്ന് കുക്ക് ചെയ്താൽ ശരിയാവില്ല. പിന്നെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആകെ ഒരു ബഹളമായിരിക്കും. അപ്പോൾ പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ രാവിലെ കുറച്ച് ഇങ്ങനത്തെ ചെടിയുടെ പരിപാടികളും അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ കട്ടിംഗ് ബോർഡും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓയിൽ തേച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ വുഡൻ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്താലേ നമുക്ക് ആ ഒരു ഇതിൽ തന്നെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ പിടിച്ചു പോകും. അപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡെല്ലാം ഒന്ന് ഓയിലൊക്കെ തേച്ചിട്ട് വെക്കുകയാണ്. കട്ടിംഗ് ബോർഡ് മാത്രമല്ല, എൻ്റെ ഒരു വുഡൻ കാസറോളും ഉണ്ട്. അപ്പോൾ അതും ഒന്ന് ഓയിലൊക്കെ തേച്ചിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കണം. ഇത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ, മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ എൻ്റെ മുന്നേ നാട്ടിൽ നിന്ന് വരുന്നൊരു വീഡിയോയിൽ ഞാൻ ഈ ഒരു കാസറോൾ കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. ഇതിൻ്റെ സൈഡിൽ ശരിക്കും ഒരു കവറിങ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു ലിഡിൽ വരുന്ന ആ ഒരു ഡിസൈൻ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് പറിച്ച് കളഞ്ഞ് എനിക്ക് കുറച്ചും കൂടിയും പിന്നെ ഭംഗിയായിട്ട് ഇങ്ങനെ കേട്ടോ തോന്നിയത്. ആ ഒരു വുഡൻ്റെ ആ ഒരു കളറും പിന്നെ ആ ഒരു ലിഡിൻ്റെ ആ ഒരു കളറും എല്ലാം കൂടി വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ഇങ്ങനെയാണ് ഇഷ്ടം തോന്നിയത്. അങ്ങനെ ഞാനിതാ കിച്ചണെല്ലാം ഒന്ന് ഫൈനലായിട്ട് ഒന്നും കൂടി നോക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 1-2 മാസത്തേക്ക് ഞാൻ ഈ കിച്ചണിൽ ഉണ്ടാവില്ല. പിന്നെ ലാസ്റ്റായിട്ട് ഹാൻഡ് ബാഗും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കുകയാണ്. ട്രാവൽ ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ മോൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബാഗ് വാങ്ങിക്കുന്ന വീഡിയോ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പക്ഷേ പിന്നെ ഞാൻ ആ ഒരു ബാഗല്ല കേട്ടോ, പിന്നെ ഞാൻ വലിയൊരു ബാഗ് തന്നെ എടുത്ത്. കാരണം പിന്നെ ഞാൻ വിചാരിച്ചു മോൾക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കരുതി വെക്കുക. കാരണം ഒറ്റയ്ക്ക് ഞാനും മോളുമായിട്ട് പോകുന്നതല്ല, അപ്പോൾ ഓളൊന്ന് എൻഗേജ്ഡ് ആക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ കുറച്ച് വലിയ ബാഗ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പോകേണ്ട സമയമായി. പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടോ. നമ്മൾ പിന്നെ ലഗേജും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല, ഒരു ഹാൻഡ് ലഗേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അബുദാബിയിലുള്ള പുതിയ സായിദ് എയർപോർട്ടിലാട്ടോ പോകുന്നത്. നമ്മൾ ഈ എയർപോർട്ടിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകുന്നത്.
ഇത് അത്യാവശ്യം നല്ല വലിയ എയർപോർട്ടാട്ടോ, ഒരുപാട് നടക്കാനുണ്ട്. നമ്മളുടെ മുന്നത്തെ എയർപോർട്ട് പോലല്ല. മുന്നത്തെ എയർപോർട്ട് നമുക്ക് സുഖമായിരുന്നു, നമുക്ക് പെട്ടെന്ന് ഗേറ്റിലേക്കൊക്കെ പോകാനാണെങ്കിലൊക്കെ നമുക്ക് നല്ല സുഖമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ, ഇത് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. നമ്മുടെ ഗേറ്റ് ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നൊരു ഗേറ്റും ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഫൈനലി നമ്മൾ ഗേറ്റിലെത്തി. പിന്നെ ഗേറ്റിലെത്തിയതിന് ശേഷം പിന്നെ അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ മോൾക്ക് വേഗം സ്നാക്കൊക്കെ എടുത്ത് കൊടുത്ത് അവളങ്ങനെ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തും ഫ്ലൈറ്റിൽ കയറി പോകുന്ന സമയത്തൊന്നും നമുക്ക് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളടുത്ത് പറയുന്നത് ഇങ്ങനെ ഫ്ലൈറ്റിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, കാർഗോൻ്റെ എന്തോ ഒരു ഇഷ്യൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ തിരിച്ച് അബുദാബിയിലേക്ക് തന്നെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പൈലറ്റ് നമുക്ക് മെസ്സേജ് തന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഫ്ലൈ ചെയ്ത് നമ്മൾ വീണ്ടും തിരിച്ച് അബുദാബിയിൽ ലാൻഡ് ചെയ്ത് പിന്നെ അവിടുന്ന് ഒരു 1 hour കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ വീണ്ടും തിരിച്ച് ഫ്ലൈ ചെയ്യുന്നത്. അങ്ങനെ മൊത്തത്തിലെല്ലാം കൂടി നമ്മൾ നാട്ടിലെത്താൻ വേണ്ടിയിട്ട് ഒരു 2 hours ഡിലേ ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു, കാരണം ഞാൻ മോളെയും കൊണ്ട് ഒറ്റയ്ക്ക് പോവുകയാണ്, ഇനി എങ്ങാനും ഫ്ലൈറ്റ് നമ്മളടുത്ത് ഇറങ്ങി വേറെ കയറി അങ്ങനെയൊക്കെ പറയുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ ഒരു 1 hourൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നാട്ടിലെത്താൻ പറ്റി. അപ്പോൾ മോളിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവൾ ഫ്ലൈറ്റ് കയറി ഉടനെ ഇറങ്ങിയതാട്ടോ. നമ്മൾ ഫ്ലൈ ചെയ്തതും തിരിച്ച് അബുദാബി ഇറങ്ങിയതും പിന്നെ വീണ്ടും ഫ്ലൈ ചെയ്തതൊന്നും അവൾ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവളെ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അവളെക്കൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അൽഹംദുലില്ലാ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ സുഖമായിട്ട് തന്നെ നാട്ടിലെത്തി. അപ്പോൾ ഇനിയിപ്പം നാട്ടിലുള്ള വ്ളോഗ്സും വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ട് വിചാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റു വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.